ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. പുൽവാമയിലെ ഭീകരാക്രമണം, തുടർന്ന് പാകിസ്ഥാനിലേക്കുള്ള ആകാശ യുദ്ധം, പാകിസ്ഥാന്റെ തിരിച്ചടി, ഇതുവരെയുള്ള സംഭവഗതികൾ അങ്ങനെയാണെങ്കിൽ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ, ഇനി അതേ സംബന്ധിച്ച വാക്യുദ്ധങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അത് രാഷ്ട്രീയ യുദ്ധമാണ്. യഥാർത്ഥ യുദ്ധം കഴിഞ്ഞുവെന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണപ്രതിപക്ഷങ്ങൾക്കിടയിലുള്ള വാക്യുദ്ധമാണെന്നും അത് രാഷ്ട്രീയ യുദ്ധമാണെന്നുമൊക്കെ മാതൃഭൂമി ഇന്ന് ലീഡ് വാർത്തയിലൂടെ നമ്മോട് വെളിവാക്കുന്നു. ഈ രാഷ്ട്രീയ യുദ്ധമാണ് ഒരുപക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്ന കാര്യം. എപ്രകാരമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ പാക് അതിർത്തിയിലുണ്ടായിരുന്ന സംഘർഷങ്ങളെ, പുൽവാമയടക്കം പാകിസ്ഥാനിൻ്റെ ഉൾപ്രദേശത്തേക്ക് കടന്ന് ബോംബിംഗ് നടത്തിയതടക്കമുള്ള സംഭവഗതികളെ നോക്കിക്കാണാൻ പോകുന്നത്? അപ്പോൾ അതിർത്തിയിൽ യുദ്ധം കഴിഞ്ഞു. യുദ്ധത്തെ മുൻനിർത്തിയുള്ള വാക്യുദ്ധം, രാഷ്ട്രീയ യുദ്ധം, അത് ആഭ്യന്തരമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മാതൃഭൂമിയുടെ ലീഡ് വാർത്ത പറയുന്നത് ഇനി വരാനിരിക്കുന്നത് രാഷ്ട്രീയ യുദ്ധം എന്നാണ്. ഭീകരാക്രമണത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ യുദ്ധം എന്ന ശീർഷകത്തിൽ ആ വാർത്ത മാതൃഭൂമി നമുക്ക് തരുമ്പോൾ, ഇപ്പോൾ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ അന്തർഗതങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. മനോജ് മേനോൻ ആ വാർത്ത ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് വേണ്ടി. വാർത്ത ഇപ്രകാരം: 40 ജവാന്മാരുടെ രക്തസാക്ഷിത്വം ഉണ്ടാക്കിയ ആഘാതം അടങ്ങും മുമ്പേ പുൽവാമ ഭീകരാക്രമണ വിഷയമുയർത്തി രാഷ്ട്രീയ യുദ്ധം തുടങ്ങി. പുൽവാമ ആക്രമണം, ബാലക്കോട്ട് പ്രത്യാക്രമണം, വിംഗ് കമാൻഡർ അഭിനന്ദിന്റെ തിരിച്ചുവരവ് എന്നീ വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാടിൻ്റെ പേരിൽ പ്രതിപക്ഷത്തെ ആക്രമിക്കാനാണ് BJPയുടെ നീക്കം. അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികളും ശ്രമം തുടങ്ങിയതോടെ ദേശീയ രാഷ്ട്രീയം കലുഷമായി. പ്രതിപക്ഷത്തിന്റെ ശ്രമം സേനയെ അപമാനിക്കാനാണെന്നും തന്നെ ഇല്ലാതാക്കാൻ പ്രതിപക്ഷം ഗൂഢാലോചന നടത്തുന്നുവെന്നുമാണ് പ്രധാനമന്ത്രിയുടെ ആരോപണം. വ്യോമസേനയുടെ നടപടികളിൽ പ്രധാനമന്ത്രിക്ക് തന്നെ വിശ്വാസമില്ല എന്ന് കോൺഗ്രസ് ഇതേ മുൻനിർത്തി തിരിച്ചടിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് റാലികളാക്കി മാറ്റിയിരിക്കുന്നു. ഈ യുദ്ധം സമാനമായ അന്തരീക്ഷത്തെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കരുത് എന്ന് സർവകക്ഷി സമ്മേളനത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് വകവയ്ക്കാതെ, ആ സമ്മേളനത്തിലൊന്നും പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ലല്ലോ, അത് വകവെക്കാതെ തികച്ചും രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി അതപ്പതിച്ചു. 5 വർഷത്തെ ഭരണത്തിനിടയ്ക്ക് എടുത്തുകാട്ടാൻ വലിയ മികവുകളൊന്നുമില്ലാതിരിക്കുകയും രാജ്യം തന്നെ ഒരു പൊതു സ്തംഭനാവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ യുദ്ധകാര്യങ്ങളെ മുൻനിർത്തി എന്തെങ്കിലും നടത്താൻ മാത്രമേ ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് സാധ്യമാകൂ. അത് അദ്ദേഹത്തിൻ്റെ ഗതികേട് തന്നെയാണ്. പ്രധാനമന്ത്രി പറയുന്നത് കാണുക. അദ്ദേഹം പറയുകയല്ല, ആരോപിക്കുകയാണ് പ്രതിപക്ഷത്തെ. അതിങ്ങനെ: പ്രതിപക്ഷം സൈന്യത്തോട് തെളിവ് ചോദിക്കുന്നു. മോദി പറയുന്നു, സൈന്യം ഭീകരരെ അടിച്ചമർത്തുന്നതിൽ വ്യാപൃതരാകുമ്പോൾ കോൺഗ്രസും സഖ്യകക്ഷികളും അതിന് തെളിവ് ചോദിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. ബീഹാറിലെ പട്നയിൽ BJPയുടെ സങ്കല്പ് യാത്രയിൽ പ്രസംഗിക്കുമ്പോഴാണ് അദ്ദേഹം പ്രതിപക്ഷത്തിനെതിരെ രംഗത്ത് വന്നത്. സത്യത്തിൽ മോദിയാണ് തുടങ്ങിവെച്ചത്. അതിനുശേഷമാണ് പ്രതിപക്ഷം അത് ഏറ്റെടുക്കാൻ നിർബന്ധിതമായത്. അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, തെളിവ് ആവശ്യപ്പെടുന്നതിൽ എന്താണ് അപാകത? ഭരണപ്രതിപക്ഷങ്ങൾ നിലനിൽക്കുന്ന ഒരു പാർലമെന്ററി സംവിധാനത്തിൽ ഭരണപക്ഷമാണ് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായ ആളുകൾ. കാരണം പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ഭരണപക്ഷത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവർക്ക് ബാധ്യതയുണ്ട്. ജനാധിപത്യപരമായ ബാധ്യതയെ എങ്ങനെയാണ് മോദിക്ക് ഒഴിവാക്കാൻ കഴിയുക? അദ്ദേഹം ജനാധിപത്യത്തിൽ വലുതായിട്ട് വിശ്വസിക്കുന്ന ആളല്ലാത്തത് കൊണ്ടായിരിക്കാം. ഏതായാലും പ്രതിരോധകാര്യ സമിതിയുണ്ട് പാർലമെന്റിൽ. ആ സമിതിയുടെ മേധാവി, വിദേശകാര്യവുമായി ബന്ധിപ്പിച്ച സമിതിയുടെ മേധാവി വിദേശകാര്യങ്ങളിൽ പ്രാവീണ്യമുള്ള ശശി തരൂരാണ്.
അതിൻ്റെ താഴെ രാഹുൽ ഗാന്ധിയും മറ്റ് BJP അംഗങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട്. പാർലമെന്ററി സമിതിയാണ്. ആ പാർലമെന്ററി സമിതി ചോദിക്കുന്നു, എന്താണ് യഥാർത്ഥത്തിൽ 70 കിലോമീറ്റർ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് പോയി നടത്തിയ ബോംബിങ്ങിൻ്റെ വിശദാംശങ്ങൾ? അങ്ങനെ ചോദിക്കുന്നതിൽ എന്താണ് അപാകം? അങ്ങനെ ചോദിക്കുന്നതിന് കാരണങ്ങൾ വേറെയുണ്ട്. കാരണം ഈ ബോംബിങ്ങിന് ശേഷം ലോക നിലവാരത്തിലുള്ള വാർത്താ ഏജൻസികൾ ബോംബ് ചെയ്തു എന്ന് പറയപ്പെടുന്ന പ്രദേശം സന്ദർശിച്ചു. എന്താണ് ഇന്ത്യ പറഞ്ഞത്? ആദ്യം പറഞ്ഞു 200 മുതൽ 300 പേർ വരെ വധിക്കപ്പെട്ടു. ഭീകരവാദികൾ അവരുടെ ക്യാമ്പുകൾ ആക്രമിച്ച് നിലംപരിശാക്കി. വധിക്കപ്പെട്ടവരുടെ അംഗബലം 200 മുതൽ 300 വരെ. എണ്ണാനും പിടിക്കാനും ഒന്നും ഒക്കൂല. രാത്രിയുടെ മറവിലാണ്, ആകാശത്ത് നിന്നാണ് ബോംബ് ഇടുന്നത്. 2 കാരണങ്ങളാൽ കൃത്യമായ അറിവുകൾ തരാനാവില്ല, അംഗബലം തരാനാകില്ല. ശരിയാണ്. പക്ഷേ 200 മുതൽ 300 വരെ എന്ന് സൈന്യം പറഞ്ഞപ്പോൾ അത് 500 വരെ ആക്കിക്കളഞ്ഞു നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ വൈറൽ ബിരുദന്മാർ. ഏതായാലും 300 എന്ന സംഖ്യയിൽ അത് ഉറപ്പിച്ചല്ലോ സർക്കാർ. അതിനെയാണ് സാർവദേശീയ പത്രവിഭാഗം ചോദ്യം ചെയ്തത്. ഇന്ത്യൻ വിമാനങ്ങൾ 70 കിലോമീറ്റർ അകത്തേക്ക് സഞ്ചരിച്ചു, അത് തെളിഞ്ഞു. ശരിയാണ്. അവരോട് ബോംബ് വർഷിച്ചു, ശരിയാണ്. ഇതൊക്കെ തെളിഞ്ഞു. പക്ഷേ ബോംബിട്ട പ്രദേശം വനപ്രദേശത്തോട് ചേർന്ന കരിങ്കൽ പ്രദേശങ്ങളാണ്. കരിങ്കലിന് മുകളിൽ ബോംബ് വീണ് പൊട്ടിച്ചേതറിയതിൻ്റെ പാടുകളുണ്ട്. പിന്നെ പൈൻ മരങ്ങൾ നിബിഡമായി നിൽക്കുന്നിടത്താണ് ബോംബ് വീണത്. അവിടെയെങ്ങും ക്യാമ്പുകൾ ഉണ്ടായിരുന്നില്ല. ക്യാമ്പുകൾ ഇല്ലാത്തയിടത്ത് ബോംബ് വീണാൽ ആർക്കും ഒരു അപകടവും സംഭവിക്കില്ല. 300 ആളുകൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ 300 മൃതശരീരങ്ങൾ ഒരു ചെറിയ പ്രദേശത്ത് കൂടിക്കിടക്കുന്നത് വലിയ വാർത്തയാകാറുണ്ട്. അത്തരം വാർത്തയൊന്നും സാർവദേശീയ രംഗത്ത് വന്നില്ല എന്ന് മാത്രമല്ല, വിവിധങ്ങളായ വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ അതിൻ്റെ സാധുതയെ ചോദ്യം ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷം മാത്രമല്ല അത് ചോദ്യം ചെയ്തത്, ആഗോളതലത്തിൽ ഈ വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള സാർവദേശീയ മാധ്യമങ്ങൾ, അൽ ജസീറയെ പോലെയുള്ള സാർവദേശീയ മാധ്യമങ്ങൾ അതിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ അത് പ്രതിപക്ഷത്തിന് മേൽ കെട്ടിവെക്കുകയാണ്. മോദി ചെയ്തത് വ്യോമാക്രമണത്തിൽ പ്രധാനമന്ത്രിക്ക് തന്നെ സംശയം എന്നാണ് അതേ സംബന്ധിച്ച് കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി ആരോപിച്ചിരിക്കുന്നത്. കാണുക, റഫേൽ വിമാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ഫലം വ്യത്യസ്തമാകുമായിരുന്നു എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് ഭീകരരുടെ കേന്ദ്രത്തിന് നേരെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രധാനമന്ത്രിക്ക് തന്നെ സംശയമാണ് എന്ന് കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി ആരോപിച്ചു. വ്യോമാക്രമണത്തെ പ്രധാനമന്ത്രി തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു. റഫാൽ ജെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഫലം വ്യത്യസ്തമായേനെ എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? മോദി തന്നെയാണ് റഫേൽ ഇടപാട് വൈകിപ്പിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന കരാർ തിരുത്തിയതാണ്. അതിന് കാരണം അദ്ദേഹം തന്നെയാണ് അത് വൈകിപ്പിച്ചത്. അതുമാത്രമല്ല, മായാവതി BSPയുടെ നേതാവ് പറയുന്നു, അതും മാതൃഭൂമി തന്നിരിക്കുന്നു, ഭരണപരാജയം മറയ്ക്കാനായി ജമ്മു കാശ്മീരിലെ സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും ഉപയോഗിക്കുകയാണ്. രാജ്യ സുരക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം മോദി BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രീയം കളിക്കുകയാണ്. ഇത് നിന്ദാർഹമാണ് എന്ന് മായാവതി പറയുകയും ചെയ്തിരിക്കുന്നു. മായാവതി മാത്രമല്ല, മറ്റ് നേതാക്കളും ഇതേ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടം യുദ്ധവും പുൽവാമയുടെ ഭീകര ആക്രമണവും ഒക്കെ തീർന്നതിന് ശേഷം ചോദ്യശരങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. ആ വാർത്തകളെല്ലാം തന്നെ അടുക്കിപ്പെറുക്കി മാതൃഭൂമി പറയുന്നു. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യയെ നിന്ദിക്കാൻ അവസരം നൽകുകയാണ് പ്രതിപക്ഷം ചെയ്തിരിക്കുന്നത് എന്ന് അരുൺ ജെയ്റ്റ്ലിയും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആ അഭിപ്രായവും മാതൃഭൂമി തരുന്നു. അത് ഇപ്രകാരമാണ്: പ്രതിപക്ഷത്തിന്റെ വിമർശനം ദേശീയ താൽപ്പര്യങ്ങൾക്ക് മുറിവേൽപ്പിച്ചു. ഇന്ത്യയെ നിന്ദിക്കാൻ പാകിസ്ഥാൻ ഇത് അവസരം നൽകുകയും ചെയ്തു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മെഹബൂബ മുഫ്തി, ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി, കാശ്മീരിൽ തന്നെയുള്ള ദേശീയ നേതാവ്, അവർ പറയുന്നത് കാണുക. ബാലാക്കോട്ട് സൈനിക നടപടിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നവരെ ദേശവിരുദ്ധർ എന്ന് വിളിക്കുന്നവർ ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്.
തൊഴിലില്ലായ്മയും കർഷകരുടെ പ്രശ്നവും പോലെയുള്ള ഗൗരവമേറിയ വിഷയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ വഴിതിരിച്ചു വിടുന്നവരുടെ കെണിയിൽ ആരും വീഴരുത് എന്ന് പറയുമ്പോൾ മോദിയുടെ കെണിയിൽ ആരും വീഴരുത് എന്ന് തന്നെയാണ് മെഹബൂബ മുഫ്തിയും പറയുന്നത്. ഇന്ന് ഒന്നാം പേജിൽ മാതൃഭൂമി തരുന്ന മറ്റൊരു ദേശീയ സ്വഭാവത്തോടുകൂടെ വാർത്ത, OICയുടെ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ടു. അത് ഇന്ത്യക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ് ലോകസമക്ഷം എന്നൊക്കെ BJPക്കാർ ആർത്ത് വിളിക്കുകയും ചെയ്തു. ആ യോഗത്തിൻ്റെ നടപടിക്രമങ്ങൾ കാണുക. മാതൃഭൂമി തരുന്നത്, OIC പ്രമേയം ഇന്ത്യയെ അസ്വസ്ഥമാക്കുന്നത് കോൺഗ്രസ്. ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘടന അംഗീകരിച്ച പ്രമേയത്തിൽ കാശ്മീരാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയമെന്ന് പറയുന്നു. മോദി സർക്കാരിൻ്റെ അവകാശവാദങ്ങളുടെ മുനയൊടിക്കുന്നതാണ് ഇതെന്ന് കോൺഗ്രസ്. സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചത് നയതന്ത്ര വിജയമാണെന്ന് കൊട്ടിഘോഷിക്കുന്നവർ ഇക്കാര്യം വിശദീകരിക്കണം. അബുദാബിയിൽ സംഭവിച്ചത് ഇന്ത്യയെ അസ്വസ്ഥമാക്കുന്ന കാര്യമാണ്. ഇതാണോ നയതന്ത്ര നേട്ടമെന്ന് പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയും വ്യക്തമാക്കണമെന്ന് മനീഷ് തിവാരി ആവശ്യപ്പെട്ടു. അവിടെ വെച്ച് കാശ്മീരിലെ ആഭ്യന്തര പ്രശ്നം ഒരു അഖിലലോക പ്രശ്നമായി തന്നെയാണ് OIC അവതരിപ്പിച്ചത്. ഒരു പ്രമേയവും അംഗീകരിക്കുകയുണ്ടായി. യുദ്ധാന്തരീക്ഷം രൂപം കൊണ്ട കാലഘട്ടത്തിലും ഒരളവോളം ഇപ്പോഴും നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ വലിയ നിലവാരത്തിലുള്ള ഒരു യുദ്ധ വികാരമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുകയും പ്രതിപക്ഷത്തെ ഇകഴ്ത്തുകയും ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ വലിയ പങ്കാണ് മലയാളത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ചർച്ചകളെ മുൻനിർത്തി പ്രൈം ടൈം ഡിബേറ്റ്, ഈ 8 മണി ചർച്ച, അതിനെ മുൻനിർത്തി മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ കേരളത്തിൽ പരാന്നഭോജികളായി അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ശശികുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ, ഏഷ്യാനെറ്റിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം പറയുന്നത്, ബാർക്ക് റേറ്റിംഗ്, ടാം റേറ്റിംഗ് നോക്കി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ദേശീയത വല്ലാതെ ഉൽപ്പാദിപ്പിച്ച്, യുദ്ധഭയം ഉൽപ്പാദിപ്പിച്ച് മോദിയെ സഹായിക്കുകയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഈ സംഘർഷം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷം നാടിനു വേണ്ടി സൈനികർ നടത്തുന്ന സംഘർഷമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അല്ല അത് നടത്തുന്നത് എന്ന ബേസിക്കായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും മറന്നുപോയിരിക്കുന്നു മലയാള ദൃശ്യമാധ്യമങ്ങൾ എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു ശശികുമാർ. മംഗളം എന്ന പത്രം ഇന്ന് യുദ്ധവുമായി ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ അതിർത്തിയുമായി ബന്ധിപ്പിച്ച് തരുന്ന വാർത്ത അഭിനന്ദിന് നട്ടെല്ലിനും വാരിയെല്ലിനും പരിക്ക് എന്ന വാർത്തയാണ്. പാകിസ്ഥാന്റെ പിടിയിൽ നിന്ന് മോചിതനായ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന് നട്ടെല്ലിന് താഴെയും വാരിയെല്ലിനും പരിക്കുള്ളതായി റിപ്പോർട്ട്. അതൊരു സാധാരണ വാർത്ത മാത്രമാണ്. കാരണം ഇതിനു മുമ്പ് കാർഗിൽ യുദ്ധമുണ്ടായി. ആ കാർഗിൽ യുദ്ധ സമയത്ത് നജികേതസ് എന്നൊരു വൈമാനികൻ 6 ദിവസം പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ നിന്ന് തിരിച്ചു വന്നു. അവർ തിരിച്ചു വിട്ടു. അങ്ങനെ തിരിച്ചു വരുന്ന എല്ലാ വൈമാനികരെയും അല്ലെങ്കിൽ സൈനികരെയും ധാരാളം പരിശോധനകൾക്ക് വിധേയമാക്കാറുണ്ട്. അതൊക്കെ ദൈനംദിന വാർത്തകളിലേക്ക് എത്തേണ്ട കാര്യമൊന്നുമില്ല. സൈന്യത്തിന് പോലും അറപ്പും വെറുപ്പും ഉണ്ടാകാം. ഈ അഭിനന്ദിന്റെ ഭാര്യ തന്നെ പുറത്തേക്ക് വിട്ട ഒരു വീഡിയോ ക്ലിപ്പ് വൈറലാകുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. അവർ പറഞ്ഞു, ദയവായി സൈന്യത്തെയും അഭിനന്ദിനെയും ഒന്നും ഹ്രസ്വമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. പ്രധാനമന്ത്രി തന്നെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് ആക്ഷേപവും അവർ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ തരം വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അത് സാധാരണഗതിയിൽ നടക്കുന്ന വാർത്തകളാണ്. ആ സാധാരണഗതിയിൽ നടക്കുന്ന സംഭവഗതികൾക്ക് പ്രത്യേക പ്രാധാന്യം ഈ മംഗളം പോലുള്ള എല്ലാ പത്രങ്ങളും കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ പിന്നിൽ നല്ല താല്പര്യങ്ങളാണ് എന്ന് പറയാനാകില്ല. ഇതൊക്കെ സ്വാഭാവികഗതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ബാലക്കോട്ടെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കണക്ക് അത് ചോദിച്ചപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ, മോദിയുടെ മന്ത്രിസഭയിലെ മന്ത്രി തന്നെ പറയുന്നത് കാണുക. പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ഭീകരർ കൊല്ലപ്പെട്ടതിൻ്റെ തെളിവ് വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കെ കേന്ദ്രത്തെ വെട്ടിലാക്കി കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന. പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിന് ലക്ഷ്യം ആൾനാശമായിരുന്നില്ല എന്ന് കേന്ദ്രമന്ത്രി SS അലുവാലിയ പറഞ്ഞു. അവരെ പേടിപ്പിക്കാനും ഒരു മുന്നറിയിപ്പ്
നൽകാനുമാണ് ആക്രമണം നടത്തിയത് എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. ആരെയും കൊല്ലാനായിരുന്നില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ 200, 300, 500 എന്നൊക്കെ കണക്കുകൾ പറഞ്ഞത് എന്തിന് എന്ന കാര്യം വീണ്ടും അവശേഷിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ലക്കും ലഗാനുമില്ലാത്ത ഒരു പ്രസംഗ ശൈലിയാണ് മോദി സൂക്ഷിക്കുന്നത്. ആ പ്രസംഗത്തിൻ്റെ ഒരു കാളമൂത്ര ശൈലി അത് നമുക്ക് ഇന്ന് മാധ്യമം 1-ാം പേജിൽ തരുന്നു. ധാരാളം ആളുകളെ ലക്കും ലഗാനുമില്ലാതെ വിമർശിച്ച് എവിടെ എന്തു പറയണമെന്ന് അറിഞ്ഞുകൂടാതെ പോയിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്ന് വേണം കരുതാൻ. ഏതായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. ദില്ലിയിൽ പഠന വൈകല്യവുമായി ബന്ധിപ്പിച്ച് അത്തരം കുട്ടികളുടെ ഇഷ്യൂ അവതരിപ്പിക്കുന്ന, പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന, അതിൻ്റെ പരിഹാരം അവതരിപ്പിക്കുന്ന ഒരു ചർച്ചാ വേദിയിൽ മോദി നടത്തിയ പ്രയോഗങ്ങൾ വലിയ നിലവാരത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തണിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന വീഡിയോ കോൺഫറൻസിലായിരുന്നു മോദിയുടെ വിവാദ പരാമർശം. പഠന വൈകല്യം നേരിടുന്ന വിദ്യാർത്ഥികൾക്കായുള്ള തൻ്റെ പ്രോജക്റ്റ് അവതരിപ്പിക്കുകയായിരുന്നു ഡെറാഡൂണിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിനി. കുട്ടിയുടെ സംസാരം മുറിച്ച് ഇടയ്ക്ക് കയറി മോദി ഇങ്ങനെ ചോദിച്ചു, 40-50 വയസ്സുള്ള കുട്ടികൾക്കും ഇത് ഉപകാരപ്പെടുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. തുടർന്ന് അദ്ദേഹം തന്നെ ചിരിക്കാൻ തുടങ്ങി. പിന്നീട് ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അങ്ങനെയെങ്കിൽ അത്തരം കുട്ടികളുടെ അമ്മമാർക്ക് അത് നല്ല സന്തോഷമാകും. ഇതോടെ രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചാണ് മോദി ഇത് പറഞ്ഞതെന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയർന്നു. പിന്നാലെ നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ ദി റൈറ്റ്സ് ഓഫ് ദി ഡിസേബിൾഡ് പ്രധാനമന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തി. ലക്കും ലഗാനും നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രിക്ക്. എവിടെയും അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കണ്ട് വെപ്രാളപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അടുത്ത സമയത്തെ പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒക്കെ നോക്കിയാൽ ഇന്ന് ഇത് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് പോലെ ഓപ്പോസിഷൻ കോൺസ്പയറിംഗ് ടു ഫിനിഷ് മീ മോദി പറയുകയാണ്. ഈ പ്രതിപക്ഷം എന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് ലക്ഷ്യമിടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നെ എതിർക്കുന്നവർ പാകിസ്ഥാൻ പക്ഷം പറയുന്നവരാണ്. തീവ്രവാദികൾക്ക് മുന്നിൽ ഒരു വൻ മതിലാണ് താൻ. മോദിയെ എതിർക്കുക എന്നാൽ രാജ്യത്തെ എതിർക്കുക എന്നാണ് അർത്ഥം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇപ്പോൾ കേൾക്കുന്നത്. തീവ്രവാദത്തിനെതിരെ ഒരു വലിയ വൻമതിലാണ് താൻ എന്ന് പറയുന്നത് മോദി തന്നെയാണ്. മോദിയെ എതിർക്കുന്നതെന്ന് വെച്ചാൽ രാജ്യത്തെ എതിർക്കുന്നതിന് തുല്യമാണ്. അത് പറയുന്നതും മോദി തന്നെയാണ്. ഈ നിലയ്ക്ക് വലിയ ഹർഷം അനുഭവിക്കുന്ന രീതിയിലാണ് മോദിയുടെ ഈ യാത്ര. ലക്കും ലഗാനുമില്ലാതെ യുദ്ധകുതുകിയായി നിന്നുകൊണ്ട് അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം നോക്കുന്നത്. ഇന്നലെ വീക്ഷണം എന്ന പത്രം രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗഭാഗം ഇങ്ങനെ 1-ാം പുറത്ത് റിപ്പോർട്ട് ചെയ്തു. കാണുക, നീരവ് മോദി, ലളിത് മോദി, നരേന്ദ്രമോദി. രാഹുൽ പറയുന്നു, ഇന്ത്യയിൽ നിന്ന് വായ്പ തട്ടിപ്പും മറ്റ് കുറ്റകൃത്യങ്ങളും നടത്തി വിദേശത്തേക്ക് കടന്ന ലളിത് മോദി, നീരവ് മോദി എന്നിവരുടെ പേരിലും സ്വഭാവത്തിലും സാക്ഷാൽ മോദിക്കുള്ള സാമ്യം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയെ പരിഹസിക്കാനും രാഹുൽ മറന്നില്ല. എനിക്കൊരു കാര്യം മനസ്സിലാക്കി തരൂ, ലളിത് മോദി, നീരവ് മോദി, നരേന്ദ്രമോദി, ഈ കള്ളന്മാരുടെയൊക്കെ പേര് മോദി എന്നായത് എന്തുകൊണ്ടാണ്? ആ നിലയ്ക്കാണ് ചർച്ചകൾ പോകുന്നത്. അത് ആശാസ്യമായ ഒരു കാര്യമായി നമുക്ക് പരിഗണിക്കാനാകില്ല. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. ദേശാഭിമാനിയുടെ ഒരു മുഖപ്രസംഗം ഇന്ന് അങ്ങേയറ്റം ഉചിത ഭംഗി നിറഞ്ഞതാണ് എന്ന് പറയേണ്ടി വരും. ദേശാഭിമാനി വ്യോമാക്രമണവുമായി ബന്ധിപ്പിച്ച തെളിവ് ഇന്ത്യ പുറത്തേക്ക് വിടേണ്ടതുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലയ്ക്ക് എഴുതിയിരിക്കുന്ന ഈ മുഖപ്രസംഗം കാണുക. ഇന്ത്യ ഫെബ്രുവരി 26 പുലർച്ചെ ബാലക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദ കേന്ദ്രത്തിന് നേരെ നടത്തിയ വ്യോമാക്രമണം ഭീകരവാദത്തിന് കനത്ത ആഘാതമേൽപ്പിക്കാൻ കഴിഞ്ഞോ എന്നത് സംബന്ധിച്ച് പല കോണുകളിൽ നിന്നും സംശയമുയരുന്നു. ആക്രമണത്തിന്റെ ഫലമായി കുറേയധികം ഭീകരവാദികൾ കൊല്ലപ്പെട്ടുവെന്നും അതിൽ ജെയ്ഷെ മുഹമ്മദിന്റെ നേതാക്കളും പരിശീലകരും ഭീകരവാദികളും പെടുമെന്നുമാണ് വിദേശ സെക്രട്ടറി വിജയ് ഗോഖലെ വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടത്. തുടർന്ന് ചില ഇന്ത്യൻ മാധ്യമങ്ങൾ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച്
300 പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്തു. വ്യോമാക്രമണം നടന്ന കാര്യം പാകിസ്ഥാൻ സ്ഥിരീകരിച്ചെങ്കിലും ആൾനാശമോ വൻ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്ന് അവകാശപ്പെട്ടു. പാകിസ്ഥാന്റെ അവകാശവാദത്തെ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകളും വിശകലനങ്ങളും. ന്യൂയോർക്ക് ടൈംസ് നൽകിയ റിപ്പോർട്ടനുസരിച്ച് ആക്രമണം നടന്ന സ്ഥലത്തെ ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പ് നേരത്തെ തന്നെ അവിടെ നിന്ന് മാറ്റുകയോ അടച്ചിടുകയോ ചെയ്തിരുന്നുവെന്നാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ബാലാക്കോട്ട് നഗരത്തിൽ നിന്ന് അകലെയാണ് വ്യോമാക്രമണം നടന്നത്. എന്നാൽ വൻ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പത്രം നൽകുന്ന റിപ്പോർട്ട്. അമേരിക്കയിൽ നിന്നിറങ്ങുന്ന ഹഫിംഗ്ടൺ പോസ്റ്റ് ആകട്ടെ ഏതാനും പൈൻ മരങ്ങളും കാക്കയും മാത്രമാണ് ചത്തതെന്ന് റിപ്പോർട്ട് ചെയ്തു. ബ്രിട്ടനിൽ നിന്നിറങ്ങുന്ന ഡെയിലി ടെലഗ്രാഫ് ആകട്ടെ റോയിട്ടർ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഫെബ്രുവരി 26 രാവിലെ 4 സ്ഫോടനം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഒരാൾക്ക് പരിക്കേൽക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും റിപ്പോർട്ട് ചെയ്തു. അൽ ജസീറ ടെലിവിഷനും ഇതുതന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ആൾനാശമായിരുന്നില്ല ബാലാക്കോട്ട് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നും 300 പേർ കൊല്ലപ്പെട്ടതായി പ്രധാനമന്ത്രിയോ 300 പേർ കൊല്ലപ്പെട്ടതായി പ്രധാനമന്ത്രിയോ BJP അധ്യക്ഷൻ അമിത്ഷായോ അവകാശപ്പെട്ടിട്ടില്ലെന്നായിരുന്നു അലുവാലിയുടെ പ്രസ്താവന. റഫേൽ വിമാനം ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചടി കൂടുതൽ ശക്തമായിരുന്നുവെന്ന് മോഡി പ്രസ്താവന തിരിച്ചടി ശക്തമായിരുന്നില്ല എന്ന വിശകലനത്തിൽ അവസാനിക്കുകയും ചെയ്തു. ഏതായാലും തങ്ങളുടെ വാദം ന്യായീകരിക്കാൻ ഇരുവരുടെയും പ്രസ്താവനകൾ പാകിസ്ഥാൻ ആയുധമാക്കുകയും ചെയ്തു. ഇതിനൊരു അന്ത്യമിടാൻ ഇനിയെങ്കിലും ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെ നാശനഷ്ടം സംബന്ധിച്ച വസ്തുതകൾ കേന്ദ്ര സർക്കാർ ലോകവുമായി പങ്കുവെക്കണം എന്ന് പറയുന്നു ഈ മുഖപ്രസംഗം. ഇനി ഇന്നത്തെ ചിത്രം. ഇന്ന് ശിവരാത്രിയാണ്. ആലുവ മണപ്പുറത്ത് ശിവരാത്രി ആഘോഷമാണ് ഏറ്റവും ഉയർന്ന നിലയിലുള്ള ആഘോഷമായി കേരളം കാണുന്നത്. ഈ ചിത്രം കാണുക. ഇത് ആലുവ മണപ്പുറത്തെ ഒരു ദൃശ്യമാണ്. അവിടെ നടന്ന ശിവരാത്രി ചിത്രം ഇന്നലത്തെ വീക്ഷണം അതിൻ്റെ 1ാം പേജ് ചിത്രമായി തരുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കണേ. നൈസ് ഡേ, ഗുഡ് ബൈ.